അതെ, ഞാനിന്ന് നിൽക്കുന്നത് വിതുര ഡിപ്പോയിലാണ്. നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള ബസ് എത്ര മണിക്കെന്ന് തിരക്കാം. എട്ടേകാലിനാണല്ലേ? പൊന്മുടിക്ക് 8:40. എന്തായാലും സാറ് കറക്റ്റായിട്ടുള്ള ടൈം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന സാറന്മാരോടൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാവോ? ബസ്സിൽ വരുന്നവർക്ക് ഒരു ഉപയോഗപ്രദമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ബസ് ടൈം കൂടെ ഉൾപ്പെടുത്തിയാൽ ബസ്സിൽ വരുന്നവർക്ക് അതൊരു പ്രയോജനമായിക്കോളും എന്ന് ഞാൻ കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം മനസ്സിലായിട്ടുണ്ട് അല്ലേ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നല്ലേ? അപ്പോൾ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. ബാക്കി വിശേഷം. അപ്പോൾ പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 40 രൂപയാണ്. അപ്പോൾ 2 പേർക്കും കൂടെ ആയപ്പോൾ 80 രൂപ. 20 രൂപ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനാണ്. ഹലോ ഫ്രണ്ട്സ്, സുഖമാണല്ലോ അല്ലേ? ഞാനിന്ന് നിൽക്കുന്നത് ഒരു വെറൈറ്റിയായ സ്ഥലമാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്ന സ്ഥലം ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇത് തിരുവനന്തപുരം ജില്ലയാണ്. കല്ലറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഒരു സ്ഥലത്താണ് ഞാൻ പോകുന്നത്. എന്നെ പിന്നാലെ നിങ്ങൾ വന്നോളണം. അവിടെ പോയിട്ട് എന്താണെന്ന് ഞാൻ പറയാം. നമുക്ക് എന്നാ അങ്ങോട്ട് പോയാലോ? വന്നോളൂ. എന്തായാലും ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു കാട് കണ്ടോ? ഇത്രയും കാടിനിടയ്ക്കൂടെയാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഗൈഡുണ്ട് കേട്ടോ. നമുക്ക് ഓരോ സ്ഥലങ്ങളും പറഞ്ഞു തരാനൊക്കെ ഗൈഡുണ്ട്. അപ്പോൾ ഇനിയും 1/2 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. ഞാൻ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. എന്താണെന്നറിയാവോ? എല്ലായിടവും ചുറ്റി കാണണ്ടേ? അപ്പോഴല്ലേ നിങ്ങൾക്ക് ഇതെല്ലാം എനിക്ക് കാണിച്ചു തരാൻ പറ്റൂ. കണ്ടോ, ഞാൻ നിൽക്കുന്നത് കാട്ടിലാണ്. കണ്ടോ, 4 സൈഡ് നോക്കിക്കേ. വന്യജീവികളുണ്ട്, സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. എങ്കിലും നമുക്ക് നോക്കാം. ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെയും കൂടുതൽ ക്ഷണിക്കുന്നത്. അറിയാവോ, നിങ്ങളെ എല്ലാവരെയും ഞാൻ എൻ്റെ വ്ളോഗിലൂടെ ഈ സ്ഥലങ്ങൾ കാണാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും ഇനിയും 1/2 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോകാം. നല്ല ഉൾവനമാണ് കേട്ടോ. ഇവിടെ പിന്നെ ഗൈഡൻസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ സ്ഥലങ്ങളെല്ലാം വിവർത്തിച്ച് പറഞ്ഞു തരാനൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് വീണ്ടും 1/2 കിലോമീറ്റർ നടന്നു പോകേണ്ടതുണ്ട് കേട്ടോ. അതുകൊണ്ട് വണ്ടി ഒരിടത്ത് കൊണ്ട് ഞാൻ ഒതുക്കി വെച്ചിട്ടാണ്. എൻ്റെ അമ്മേ, അവിടെ നിന്ന് ഒത്തിരി കയറിയാണ് ഞാനിങ്ങ് വന്നത് കേട്ടോ. വണ്ടി കൊണ്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ദൂരം നടന്നു പോകാം. എൻ്റെ അമ്മേ, ഇടാ നോക്കടാ, മരത്തിൻ്റെ വലിപ്പം നോക്കടാ, പറയാണ്ടിരിക്കാതെയാ. അടിപൊളി മരം തന്നെയാണ്. നീ എന്തായാലും ഈ മരം കണ്ട് വെള്ളം ഇറക്കണ്ട. ഇത് നിനക്ക് സ്ത്രീധനം കിട്ടാൻ പോകുന്നില്ല. ഓക്കെ ആണോ? വാ. ആൻറ്റി, ഇത് കാണാൻ പറ്റുമോ ആൻറ്റി? കാണാൻ പറ്റും. തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാന്നാണോ പറയുന്നത്? അവിടെ പിന്നെ അവിടെ പോകുന്നിടത്തെ സ്ത്രീകളൊക്കെ വന്ന് കുളിക്കാറുണ്ട്. ആൾക്കാരൊക്കെ വരുന്നുണ്ടോ അവിടെ? അതെയോ? ശനിയാഴ്ച ഞായറാഴ്ചയാണ് തിരക്ക് കൂടുതൽ. ഓ, ശനി ഞായറാണ് തിരക്ക് കൂടുതലെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നോട്ട് തിരക്ക് കുറവാണ്. അങ്ങനെ ആളില്ലേ? അതെയോ? വെക്കേഷൻ സമയത്ത് ഭയങ്കര തിരക്കാണല്ലേ? എന്തായാലും ഇവിടെ ഞാനൊരു ആൻറ്റിയെ കണ്ടിട്ടുണ്ട്. കുറേ നാൾ കൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ തിരിച്ച് വരുമ്പം ആൻറ്റി ഇവിടെ അല്ലാതെ ഇപ്പോൾ ഓപ്പൺ അല്ല, ഇത് അടച്ചിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇത് തുറന്ന് കാണിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആൻറ്റി പറയുന്ന കാര്യം എന്താണെന്ന് അറിയാവോ? ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും വന്ന് കുളിക്കാറുണ്ട്. അപ്പോൾ ഏത് സ്ഥലമാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. എന്തായാലും ആൻറ്റി, ഞാനിന്നിവിടെ ഡ്രസ്സൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഞാനിന്നിവിടെ കുളിക്കാൻ പോവുകയാണ്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അവിടെ പെണ്ണുങ്ങളുണ്ട്. അവിടെ പെണ്ണുങ്ങൾ കുളിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ ഇന്നൊരു നീരാട്ട് നടത്താൻ പോവുകയാണ്. പോട്ടെ ആൻറ്റി, എന്നാ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആൻറ്റി എനിക്കിവിടെ തുറന്ന് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത് അല്ലേ ആൻറ്റി? ശരി. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് ആൻറ്റിയുടെ ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം ഇതിനകം തുറന്ന് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇനി സ്ഥലം കാണാനുണ്ട്. അങ്ങോട്ട് വെച്ച് പിടിക്കാം.
അതേ ഉൾവനത്തിലോട്ട് പോകുകയാണെങ്കിൽ കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് മുന്നോട്ട്. ഞാൻ എന്തായാലും ഒരു സൈഡിൽ നിന്ന് കവർ ചെയ്ത് പോവുകയാണേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ എവിടെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഔഷധ സസ്യങ്ങളാണ് അവിടെ ഉള്ളത്. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഞാനത് എന്തൊക്കെ സസ്യങ്ങളാണെന്ന് ആൻറ്റി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് അകത്ത് കയറാം കേട്ടോ. ഇനിയും കുറച്ച് ദൂരം കൂടെ 1/2 കിലോമീറ്റർ കൂടെ ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകാം. അപ്പം ഞാൻ ഒരുപാട് ദൂരം നടന്ന് ഇവിടെ വന്നപ്പോൾ ഒരു ചേച്ചിയെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ചേച്ചിയോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ് എന്താണെന്ന്. അപ്പം ചേച്ചി ഒത്തിരി നാള് 20 വർഷമായി ഇവിടെ ജോലിക്ക് കയറിയിട്ടെന്നാ പറയുന്നത്. ചേച്ചി എനിക്കൊരു ഡൗട്ടുണ്ടേ, ഇവിടുത്തെ ടിക്കറ്റ് എത്ര മണിക്കാണ് ചേച്ചി? രാവിലെ 8 മണി തൊട്ട് 4 മണിയാകുമ്പോൾ ടിക്കറ്റ് ക്ലോസ് ചെയ്യും. 4 മണിയാകുമ്പോൾ ടിക്കറ്റ് ക്ലോസ് ചെയ്യില്ലേ? ഇനി എനിക്കൊരു ഡൗട്ട് ഉള്ളത് ചേച്ചി, നമ്മളിപ്പോൾ 8 മണിക്ക് ഞാൻ വന്നെന്ന് വിചാരിച്ചു. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇതിനകത്ത് കടന്നിട്ടുണ്ട്. ഞാൻ ചേച്ചി ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ അങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ടോ? അതാ എന്താണ്? ഇല്ല, ഇപ്പോഴെന്ന് പറഞ്ഞാൽ വേനൽക്കാലം കുളിക്കാനുള്ള സൗകര്യമുണ്ട്, കുളിക്കാനായിട്ട് വരും. പിന്നെ ഇപ്പൊ നാട്ടുമ്പുറത്തോട്ടൊന്നും വെള്ളമില്ല. സാധാരണ അങ്ങനെയാണ്, വെള്ളം ഇല്ല. അപ്പോൾ പിന്നെ ഈ വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് അവർ കുളിക്കട്ടെ. അതെയോ? പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുളിച്ച് ഡ്രസ്സുകളൊന്നും കഴുകാൻ സമ്മതിക്കില്ല. ഈ കുളിക്കാൻ ഇടുന്ന ഡ്രസ്സ് തന്നെ നനച്ചുകൊണ്ട് കയറാം. സോപ്പ് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല, ഷാമ്പു ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. പറഞ്ഞാൽ ഇത് കുടിവെള്ളമാണ്. അതെയോ? കുടിവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് താഴോട്ട് അപ്പോഴത് മാലിന്യമാക്കരുത്. പിന്നെ പ്ലാസ്റ്റിക് ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഹരിതസേന വരുന്നു, അവരെടുക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതായത് ആറെല്ലാം നീറ്റാണ്. പിന്നെ വരുന്ന ഗസ്റ്റുകൾ ഞങ്ങൾ പറയും വേസ്റ്റ് ഉപയോഗിക്കരുത്, വേസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ കൊണ്ടുവരുന്ന വേസ്റ്റ് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകുക. ഇല്ലാന്നുണ്ടെങ്കിൽ വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്, അതിലിട്ട് ഞങ്ങൾ എടുക്കും, ഞങ്ങൾ കൊണ്ടുവന്ന് കളയണം. മാത്രമേ ഇവിടെ ഒരു വേസ്റ്റ് കുഴിയുണ്ട്, അവിടെ ഇട്ട് ഞങ്ങൾ തീയിട്ട് നശിപ്പിച്ചത്. അത് എല്ലാ ഗസ്റ്റുകളും പോയതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യൂ. രാവിലെ ഞങ്ങൾ കത്തിക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ സ്മെല്ല് മറ്റ് പിന്നെ ഇവിടെ ഒരു വേസ്റ്റ് കുഴി എടുത്തിട്ടുള്ളത് അതിനകത്ത് കിടന്ന് ഈ പുക കിടന്ന് കറങ്ങി അത് പോവുള്ളൂ. പിന്നെ ഞങ്ങൾ രാവിലെ വരെ നീറ്റാക്കും. ബാത്റൂം എല്ലാം ഇവിടെ 5 ബാത്റൂം ഉണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഞാനും ഫസ്റ്റ് ടൈം ചേച്ചി ഇവിടെ വരുന്നത്. ചേച്ചി അപ്പൊ നമുക്കിപ്പോ 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ ഇറങ്ങണ്ട. അവിടെ കുളിക്കാൻ ഇറങ്ങുന്നിടത്ത് 2 ഗൈഡ് നിൽക്കും. അതെയോ? അവര് പറയും നിങ്ങൾ കുളിക്ക് ചിലപ്പോ രാവിലെ തൊട്ട് പൊന്മുടി പോകുന്നുണ്ടെങ്കിൽ കയറാൻ പറയും. ഇത്ര മണിക്ക് അവിടെ ടിക്കറ്റ് കൊടുക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുളിക്കാം, ഡ്രസ്സ് മാറ്റാം. ഇതെല്ലാം എന്തായാലും വൈകുന്നേരം ഉണ്ട്. 5 മണിക്കകത്ത് ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. ഇതാണ് കേട്ടല്ലോ, ഇതാ എനിക്ക് അറിയേണ്ട കാര്യം. കറക്റ്റ് ആയത് 5 മണിക്കകത്ത് പുറത്തിറങ്ങും. അതിന് ശേഷം നമ്മളെ നിർത്തൂല, ഞങ്ങളും ഇറങ്ങും. പിന്നെ ഞങ്ങളും ഇറങ്ങും. ഞങ്ങൾക്ക് നമുക്ക് ഇന്ന് ഒരുമിച്ച് ഇറങ്ങാം. 5 മണി ചിലപ്പോൾ 5:30 മണിക്കൊക്കെ ഞങ്ങളും ഇറങ്ങും. എന്നാലും വെള്ളം ഇല്ല, ഒരുപാട് നാട്. ചേച്ചി നിങ്ങൾക്ക് അവിടെ വീടുകളിൽ വെള്ളം? ഞങ്ങളെ വീട്ടിലേക്ക് വെള്ളമുണ്ട്, കിണറുണ്ട്, കിണറ്റിൽ വെള്ളം പോരും. ഈ വെള്ളമാണ് ഞങ്ങളെ കിണറുകളെല്ലാം. അതെയോ? വെള്ളം ഈ കിണറാണ് വെട്ടിയ ഈ ആറ്റിലെ വെള്ളമാണ് ഞങ്ങൾക്ക് അവിടെ കിണറുകളെല്ലാം ഈ ഏരിയയിലുള്ള എല്ലാ വീടുകളിലും വരുന്നത്. പിന്നെ കിണറ്റിൽ തന്നെ രാവിലെ കുറഞ്ഞത്. പിന്നെ ഇത് ശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വെള്ളവും. പാറകൾക്കിടയിൽ 2 സൈഡ് വനത്തിനകത്തൂടെയാണ് ഈ ആറ്. പക്ഷെ ഈ മീൻമുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ മുകളിലാണ് ഇട്ടേക്കണ വെള്ളങ്ങളെല്ലാം. അതെയോ? ആ ടാങ്കിൽ കണ്ട. ഇത്രയും അറിവ് പറഞ്ഞു തന്നതിനും എല്ലാത്തിനും ഇതാ വേണ്ടത് നമുക്കല്ലേ. സ്നേഹത്തിന് വല്ല ഒന്നുമില്ല അല്ലേ ചേച്ചി? വേറെ ഒന്നിനെ കൊണ്ടും പറ്റില്ല. നമുക്ക് ഒന്നും കൊടുക്കാനൊന്നും പറ്റില്ല. അതെ. അത് ആര് വന്നിരുന്നാലും ഏത് ഗസ്റ്റ് വന്നാലും ഞാൻ മാന്യമായി സംസാരിക്കും. അതാ വേണ്ടത്. അറിയാന്നുള്ളതാണെങ്കിൽ പറഞ്ഞു, അറിഞ്ഞുകൂടാത്തതാണെങ്കിൽ ഞാൻ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കണ്ടത്. പരിചയപ്പെട്ടത് നല്ല എന്നെ ഇഷ്ടപ്പെട്ടോ? അമ്പൂരിയാന്ന് ചേച്ചി, അമ്പൂരി. പിന്നെ ഒന്ന് ഞങ്ങൾ നടക്കട്ടെ. നേരത്തെ കഞ്ഞിയും കപ്പയും ചായയും ചോറും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പൊ 3 മാസം കൊണ്ട് ഇവിടെ ഭക്ഷണം ഇപ്പൊ കൊടുക്കുന്നില്ലെന്നാ പറയുന്നത്. നിരോധിച്ചിരിക്കുക കേട്ടോ.
നേരത്തെ വന്നവർക്കൊക്കെ ഇവിടുത്തെ നല്ല ഫുഡ് കഴിക്കാനുള്ള ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാനിതാ ഇപ്പോൾ അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരെ കണ്ടപ്പോഴാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് പോകാവേ. ഇതേ കണ്ടോ, ഞാൻ പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ അധികം ആരെയും കാണാത്തത്. ഒരു 11 മണിയൊക്കെ ആകുമ്പം ഇവിടെ ഒത്തിരി ആൾക്കാർ വരും കേട്ടോ. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഇതേ ബാത്റൂം ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. ഇപ്പം നമ്മൾ കുളിച്ചാൽ തന്നെയും ഡ്രസ്സ് മാറാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. ഞാനിവിടെ പ്രധാനമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ എവിടെ പോയാലും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യങ്ങൾ തന്നെയാണ്. ദേ, നിൽക്കൂ, ശ്രദ്ധിക്കൂ, നഷ്ടപ്പെട്ടത് 13 ജീവനുകളാണ് കേട്ടോ. ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ ഗൈഡുകളുടെ നിർദ്ദേശപ്രകാരം കർശനമായും പാലിക്കേണ്ടതാണ്. അവർ എന്താണ് നിർദ്ദേശിക്കുന്നത് അത് ദയവേത് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. കാരണം 13 പേരാണ് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഈ ബോർഡിൽ കണ്ടത്. എന്തായാലും അവിടെ ആയിട്ട് ഗൈഡൻസ് ഉണ്ട്. നമുക്കത് അവിടെ ഒരു ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം. നമുക്ക് എന്തായാലും പറഞ്ഞു തരാനുള്ള ഓരോ കാര്യങ്ങൾക്കും അവിടെ ആയിട്ട് ഗൈഡൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാവേ. ഞാനേ ദൂരം നോക്കിയപ്പം എനിക്ക് തോന്നി ഒരു മുതിർന്ന ആൾ ഇരിക്കും പോലെയാണ് കേട്ടോ. അടുത്ത് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവനിപ്പം PSC വഴി ഡെയിലി വേക്കൻസിക്ക് 3 മാസം ആയിട്ടേ ഉള്ളൂ ജോലിക്ക് കയറിയിട്ട്. ഇവിടെ പുലി, ആന, സിംഹം, ആനയുണ്ടോ? എവിടെ കൂടെ അപ്പം ഞങ്ങൾ പോകണം? ഇവിടെ കൂടെ ഈ കല്ല് കെട്ടിൽ കൂടെ കയറി പോണോ? അത് വഴി കയറി പോയിട്ട് അവിടെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ലേ? ക്ലോസിംഗ് ആണോ? അപ്പം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ അല്ലേ വരണം. അപ്പം ആനയുണ്ടോ? ആനയുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ പേടി കൂടാതെ പോകുന്നത്? അവിടെ വേറെ ആരെങ്കിലും ആളുണ്ടോ? അപ്പം കണ്ടല്ലോ, ആൾക്കാരുണ്ട്. അപ്പം എന്തായാലും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം പേടിക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ തന്നെ ഒരുമിച്ച് അങ്ങോട്ട് പോകാം. നിങ്ങൾ കയറി വരുന്നതുണ്ട്, കുഴപ്പമുണ്ടോ? എൻഗേജ്മെന്റ് കഴിഞ്ഞ അത് ലവേഴ്സ് ആണോ? ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അത് കിടന്നോട്ടെ. ശരി കാണിച്ചത് BWIN ബിന്ദു. എടാ ബിന്ദുവിന്റെ B എന്നിട്ട് WIN വിന്ന് അതും കൂടെ അടിച്ച് ലോഹം അടിച്ച് ഞാൻ വന്നോളും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പോലെ അറിയാതെ എത്തും. അതെ, ഞാനിതാ കുറച്ച് മുന്നോട്ട് പോവുകയാണ്. കഷ്ടമുണ്ട് കേട്ടോ, പ്രണയ ജോഡികൾക്ക് ഞാൻ കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. എന്നാലും ഒരിക്കൽ കൂടെ അവരോട് സോറി പറയുകയാണ്. എനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ വരുമ്പം 4 ചുറ്റുപാടുകളും കവർ ചെയ്തേ പറ്റത്തുള്ളൂ. എന്തായാലും ഞാനിതാ മുന്നോട്ട് നീങ്ങുകയാണ്. എൻ്റെ ബാക്കിൽ നിന്ന് 2 ചേട്ടന്മാരുണ്ട്. അപ്പം ഞാനിത് കല്ലാറ് മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിന്നുള്ളത് കേട്ടോ. ചേട്ടാ, ഇനി ഒരുപാട് ദൂരം നടക്കാനുണ്ടോ? 1/2 കിലോമീറ്റർ കൂടുതലുണ്ട്. 1/2 കിലോമീറ്റർ കൂടുതലുണ്ടോ? അങ്ങനെ ഞാനിവിടെ ചേട്ടനോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കി മുന്നോട്ട് നടക്കുകയാണ്. ഒരു കുഞ്ഞു വഴിയാണ്. ആ വഴി കൂടെ 2 സൈഡും ഉൾവനമാണ് കേട്ടോ. നടപ്പാതെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. കാല് തെന്നിക്കഴിഞ്ഞ ഉൾക്കാട്ടിലാണ് നമ്മൾ വീഴുന്നത്. അപ്പോൾ നടന്നു വരുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ ഇന്നലെ മെനിഞ്ഞാന്നോ എങ്ങോണ്ട് ആന വന്നിട്ടുണ്ട്. ആനപ്പിണ്ടമൊക്കെ കിടക്കുകയാണ് ഇവിടെ. പേടിക്കേണ്ടതില്ല, ആന ഉപദ്രവിക്കില്ല എന്നാ പറയുന്നത് ചേട്ടൻ.